ഹലോ ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ആങ്ങളെയും മങ്ങളും കൂടെ എന്താ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഹലോ, എന്താ പരിപാടി? അസംബ്ലിക്കുള്ളതാ. അപ്പൊ കേസ് നോക്കി ഇവന് ക്ലാസ്സിലത്തേക്കുള്ള മറ്റേ പ്രെയർ സോങ് റെഡി ആക്കാണ്. അപ്പൊ ഈ എഴുതണത് മറ്റേ പെൻസിൽ കൊണ്ട് ടീന ആദ്യം എഴുതി കൊടുത്തിട്ട് അതിന്റെ ഒക്കത്തോടെയാണ് അവൻ എഴുതിക്കൊണ്ട് പോരുന്നത്. ഇത് ഈ നോക്കിയേ, നീ ഇങ്ങനെ ഔട്ട്ലൈനും ഈ പ്രയറും ഇതൊക്കെ എല്ലാം എഴുതി കൊടുത്തത് മോളാണ് എഴുതി കൊടുത്തത്. മോള് ചേട്ടനെ പഠിപ്പിക്കണേ, എഴുതിപ്പടിയടാന്ന് പറഞ്ഞ് പഠിപ്പിച്ചോണ്ടിരിക്കണേ. എന്റെ ചേട്ടൻ അങ്ങനെ ചെയ്തു. ഇത് എന്താ നേരത്തെ പറഞ്ഞ അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യിപ്പിക്കണത്? അവന്റെ ഹാൻഡ് റൈറ്റിംഗ് റെഡി ആവാൻ വേണ്ടി എന്താ പറഞ്ഞ? അതെ. അപ്പൊ ക്ലാസ്സിലത്തേക്ക് വേണ്ടിട്ട് അവന്റെ മിസ് അവന്റെ അടുത്ത് എന്താ ഇത് എഴുതിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോ ഇരുന്നങ്ങനെ ചെയ്യണേ. പേരൊക്കെ എഴുതിയിട്ടുണ്ട്, ആസ്ട്രൽ ഇമാനുവൽ. ഓക്കെ, പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കളറൊക്കെ ചെയ്ത് വന്നേ ഉള്ളൂ. എന്താ നോക്കണെങ്കില് ഭയങ്കര എഴുത്താണല്ലോ. ക്ലാസ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ ബിസിയായി. ഈ കഴിഞ്ഞ ദിവസം ഇയാളുടെ എഴുതിക്കൊണ്ടേ കഴിഞ്ഞേ ഉള്ളൂ. ചേർന്ന് പഠിപ്പിക്കാൻ വേണ്ടിക്കണോ? പിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാ. ചേട്ടൻ മടിയനാവും. ഞാനേ കൂട്ടത്തിൽ കൂടെ വേറൊരു സംഭവം കൂടി കാണിച്ചു തരാട്ടാ. ഹലോ, അപ്പോ അങ്ങനെ കഴിഞ്ഞ ദിവസം മമ്മിയുടെ ബർത്ത്ഡേക്ക് കയറുന്നു. അപ്പൊ അത് പ്രമാണിച്ച് മമ്മി വാങ്ങിച്ചതാണ്ട് ഒരു ദിവാങ്കോട്ടൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ ചാനലിലെ കാര്യം അറിയാമല്ലോ, നമ്മളുടെ എല്ലാ വിശേഷങ്ങളും നിങ്ങളോട് പങ്കുവെക്കും. നിങ്ങൾ നമ്മുടെ ഫാമിലി ആണല്ലോ, നിങ്ങൾ കാരണമാണല്ലോ നമ്മുടെ ചാനൽ ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ എല്ലാ വീട്ടിലത്തെ ഓരോ അപ്ഡേഷനും നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവാങ്കോട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ ചെറിയ സന്തോഷമാണത്. പിന്നെ കൂട്ടത്തിൽ ഞാൻ വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഐറ്റം കണ്ടോ, വൺ ടച്ച് എന്ന് പറഞ്ഞിട്ട്. ഈ സാധനം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇതിന്റെ പുറകിൽ ഒരു കഥയുണ്ട്, ആ കഥ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇതൊന്ന് തുറക്കട്ടെ, കുറച്ച് പഴക്കമുണ്ട്. ഓക്കെ, ഇതെന്റെ മോക്ക് കിട്ടിയ മെഡലാണേ. പോവാതിരിക്കാണ്ട് ഇതിന്റെ അകത്തെടുത്ത് വെച്ചതാ. കണ്ടാ, എന്തിനു കിട്ടിയാൻ പറ്റിയ ദിവസം ഹാൻഡ് റൈറ്റിങ്ങിന്റെ വേണ്ടിയിട്ട് എന്റെ മോക്ക് കിട്ടിയ ചെറിയൊരു മെഡലാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെയല്ലേ നമുക്കുള്ള ഓരോ ഓർമ്മകൾ, അവർക്ക് വല്ലതും കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ ഈ ഒരു സാധനം മറ്റേ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്യണ സംഭവമാണ്. കണ്ടേ, അതിന്റെ ഒരു എന്താണ് പറയണ, ഇവനെന്തെന്ന് പറയണ, അയ്യോ എന്താ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നീഡിൽ പോലത്തെ, ഇതിലൊരു നീഡിൽ വെക്കും, എന്നിട്ടാണ് ഇങ്ങനെ അടിക്കണത്. സ്ട്രിപ്പ് എന്നിട്ട് സ്ട്രിപ്പ് ഉണ്ട്, ആ സ്ട്രിപ്പിൽ ഇതിലൊരു നീഡിലും വെക്കും, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അടിച്ച് മറ്റേ സ്ട്രിപ്പിന്റെ അതിനകത്ത് സ്ട്രിപ്പ് ഉണ്ടായിരുന്നു. സ്ട്രിപ്പ് എല്ലാം തീർന്നിരിക്കണ തീർന്നു വെച്ചാല് ഒരു 9 വർഷമായിട്ടുണ്ടാവും ഈ സാധനം വാങ്ങിച്ചിട്ട്. നമ്മുടെ മോളില് ജനിച്ച, അതായത് അതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. 9 വർഷം ഈ സാധനം വാങ്ങിച്ചിട്ട് വെച്ചാൽ ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. ആ സമയത്ത്, അതായത് എന്റെ മോള് ജനിച്ച സമയത്ത്, അതായത് മോള ടീന പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത്, ടീനക്ക് അതിന് മുമ്പ് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴത്തേക്കും രണ്ടാമത്തെ ഡെലിവറിക്ക് ഗൈനക്കോളജിനെ കണ്ടപ്പോഴത്തേക്കും ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഷുഗർ കൂടിപ്പോയി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ടീനക്ക് വേണ്ടി വാങ്ങിച്ച സാധനമുണ്ട്. അപ്പൊ ഇതേപോലെ ഇപ്പൊ ഈ സാധനത്തിന്റെ ഉപയോഗമൊന്നും ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ ആ ഒരു പ്രഗ്നൻസി ടൈമിന് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും പരിപാടിയൊക്കെ എല്ലാം നോർമലായി. അപ്പൊ ടീനക്ക് ഫസ്റ്റ് ഡെലിവറി, അതായത് എന്റെ മോൻ ജനിച്ച സമയത്ത് കുറച്ച് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജിലേക്കൊക്കെ പോയി. എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊക്കെ ഇച്ചിരി സങ്കടമുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ആ വഴിയെ ഞങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ അതിനുവേണ്ടി വാങ്ങിച്ചതാണ്. അപ്പൊ കൂട്ടത്തിൽ ഇങ്ങനെ അതെല്ലാം എടുത്ത് തന്നപ്പോഴത്തേക്ക് ഈ സാധനം കണ്ടപ്പോ എനിക്കൊരു വെച്ചപ്പോഴത്തേക്കിനെ പെട്ടെന്ന് എന്തോ എടുത്തപ്പോഴത്തേക്ക് ഇത് കണ്ടപ്പോ ഞാൻ പറഞ്ഞിട്ടില്ല, നമുക്ക് ഇത് കണ്ടപ്പോ നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. വെച്ചാല് ഞങ്ങള് ഒരുപാട് എന്താ പറയാ, ഒരുപാട് സങ്കടത്തിൽ നിന്നാണ്
ആ ഒരു ലെവലിലേക്ക് വന്നത്. അപ്പൊ ഈ ഒരു ലെവലിലേക്ക് വന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇത് നിങ്ങളോട് കൂടെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ കാണിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ടീന ആ സമയത്ത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അന്നേരം ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. എന്നുവെച്ചാ മോന്റെ ഡെലിവറി സമയത്ത് ഇച്ചിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പോ ഇന്നത്തെ വീഡിയോയില് ഇതൊക്കെ ഒന്ന് കാണിച്ച് ഇതൊക്കെയാണെന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാണുക പോലെ ഒന്നും അല്ലായിരുന്നു ടീനയുടെ നേരം എന്ന് വെച്ചാൽ ഞങ്ങളുടെ മോളുടെ മാമദിവസ സമയത്തുള്ള കുറച്ച് മോന്റെ മാമദിവസ സമയത്തുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വഴിയെ വേറെ വീഡിയോയില്, അതായത് ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫിന്റെ വീഡിയോ ചെയ്യണ കൂട്ടത്തില് ഞങ്ങളുടെ റിയൽ ലൈഫും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓരോന്നായിട്ട് ഷെയർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം തൊട്ടുള്ള, കല്യാണമല്ല കല്യാണത്തിന് മുന്നേ തൊട്ട് രണ്ട് പിള്ളേരായവരെയുള്ള ഞങ്ങളുടെ കഥകളെല്ലാവരും ചോദിക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നൊക്കെയുള്ള. അപ്പൊ അത് ഞങ്ങൾ തുടർന്ന് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ 1 by 1 ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ പ്രശ്നം സമയമാണ്. ആ സമയത്ത് കിട്ടുന്നതനുസരിച്ച് ഞങ്ങൾ ചെയ്തൊക്കെ കാണിച്ചു തരാം. അപ്പോ അന്നേരം ഇരുന്ന ടീനെയും ഇപ്പൊ ഇരുന്ന ടീനെയും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കരുത് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഒരുപാട് ആ ഒരു അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയിരുന്നു. എന്താ പറയാ, അതൊക്കെ സസ്പെൻസ്. ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, ബൈ.